ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എലിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബട്ട് ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇന്ന് നമ്മൾ ഒരു കപ്പളങ്ങായും പയറും കൂടെ ഒരു എലിശ്ശേരി വയ്ക്കുവാണ്. കപ്പളങ്ങ കണ്ടോ, മത്തങ്ങ പോലെ ചെനച്ചു. കറി തോരൻ വയ്ക്കാനായിട്ട് പറിച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെനച്ചു. അപ്പോൾ ഇന്നൊരു ഐഡിയ കണ്ടുപിടിച്ചു. പിന്നെ കപ്പളങ്ങയും പയറും കൂടെ ഒരു എലിശ്ശേരി വയ്ക്കാമെന്ന് ഓർത്തു. പയർ വറുത്ത് വച്ചേക്കുവാണ്. വറക്കണം, ഒന്ന് പിന്നെ ചൂടാക്കി നല്ലപോലെ ഇനി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. അപ്പോൾ അത് വേഗം വേവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ കപ്പളങ്ങ ഒന്ന് ചെത്തി അരിഞ്ഞെടുക്കാം. ചെത്തി വെച്ചേക്കുവാണ് കപ്പളങ്ങയും പയറും കൂടെ ഒരു എലിശ്ശേരി. അപ്പോൾ എലിശ്ശേരി നമുക്ക് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതേ നമ്മൾ കണ്ടിച്ചിടുവാട്ടോ കപ്പളങ്ങ. ഇത് കണ്ടോ, ഇങ്ങനെ നുറുക്കി കപ്പളങ്ങയും പയറും കൂടെ ഒന്നിച്ച് കഴുകി അടുപ്പത്തേക്ക് ഇടാം. അതല്ലെങ്കിൽ നമുക്ക് പയർ വെന്ത് കഴിഞ്ഞിട്ട് കപ്പളങ്ങ ഇട്ടൊന്നും കൂടെ വിസിലടുപ്പിക്കാം. എന്നിട്ട് വേണം നമുക്ക് വയ്ക്കാൻ. അപ്പോൾ അരച്ച് പറക്കി ഒക്കെ എടുക്കണം. ഇത് മത്തങ്ങ എലിശ്ശേരി പോലെ തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റാട്ടോ. ഇപ്പം മത്തങ്ങ വേണമെന്നൊന്നുമില്ല നമുക്ക് എലിശ്ശേരി വയ്ക്കാൻ. ഇതുപോലെ ആയി വന്ന കപ്പളങ്ങ ഇങ്ങനെ എടുത്ത് പയറും കൂടെ കൂടി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിത് മുഴുവൻ എന്നായിരുന്നിട്ട് ഇത് കണ്ടോ, ഇതാണ്. അപ്പോൾ ആ പയർ വെന്തിരിക്കട്ടെ. അപ്പോൾ നമ്മൾ കാണിച്ചു ഉണ്ടോ, നല്ല പോലെ വെന്തു പയർ കണ്ടോ. ഇനി നമ്മൾ കപ്പളങ്ങയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ഇടും. വെള്ളമെല്ലാം പറ്റി കപ്പളങ്ങയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് ചീറ്റിക്ക് വിസിലടുപ്പിക്കാം. കഴുകി വാരി വെച്ചേക്കാണ്. മത്തങ്ങ പോലെ കറി വെച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. എന്നാണെന്നറിയാവോ, ഇതിന് ശകലം മധുരം ഉണ്ടല്ലോ. അപ്പം മത്തങ്ങ അല്ലെന്ന് ആരെ കൊണ്ടും പറയാൻ സാധിക്കില്ല. ഇനി നമുക്ക് അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതാണ് പയറിന്, എന്നാലും ശകലവും കൂടെ അങ്ങ് ഇട്ടേക്കാം. എല്ലാം നോക്കിയിട്ടിടാം. ഉപ്പ് കല്ല കേട്ടോ. ശകലം മഞ്ഞൾപ്പൊടി ഇടാം. ശകലം മുളക് പൊടി ഇട്ടേക്കാം. ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. നമുക്കിത് അടച്ച് വേവിക്കാം. മുളക് പൊടി, എനിക്ക് മുളക് പൊടി ഇടുന്നതാണ് ഇഷ്ടം എലിശ്ശേരിക്ക് കേട്ടോ. പച്ചമുളക് ചേർക്കുന്നവർക്ക് അത് ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇത്രയും സാധനം കൂടെ നമ്മൾ തോരന് ഒതുക്കണ പോലെ ഒതുക്കി എടുക്കാം. അപ്പം ഞാനിത് ചതച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ വെന്തിട്ടുണ്ട്. അപ്പോൾ കപ്പളങ്ങയും പയറും നല്ലപോലെ വെന്തു. ഇനി നമുക്ക് വേണം വെന്തിട്ട് വേണം. കപ്പളങ്ങ നല്ലപോലെ വേണം. നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഈ കളറായിരിക്കും ഇഷ്ടം നമ്മുടെ എലിശ്ശേരി വയ്ക്കുമ്പോൾ. പച്ചമുളക് ഇടുന്നത് എനിക്കിഷ്ടം. ഇനി ഇതിനെ ഒന്ന് തിളക്കട്ടെ. നമുക്ക് ഇനി അപ്പോഴത്തേക്കും നമുക്ക് ഇതിന് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളകൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക്
നമുക്ക് ഉള്ളിയും കരിവേപ്പിലയും ഇട്ടെടുക്കാം. മത്തങ്ങയും പയറും കൂടെ വെച്ച എലിശ്ശേരി ഞാൻ വെച്ചിട്ടിട്ടുണ്ട് ഓണത്തിന്. ഇതിപ്പോൾ കപ്പളങ്ങയും പയറും കൂടെയാണ് ഞാൻ എലിശ്ശേരി വെക്കണത് കേട്ടോ. എല്ലാവരും ഒന്നും കൂടെ നോക്കി കാണണേ. എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ ഒരാഴ്ചയുടെ കഴിയുമ്പോൾ അത് പറയാം കേട്ടോ. വറക്കണം. ഇതേ ഉണ്ടോ, അത് നല്ല ബ്രൗൺ കളറാകുമ്പോൾ വാങ്ങാം. നോക്കട്ടെ. അരപ്പ് വെന്തു ഉണ്ടോ. ഇനി ഇത് തേങ്ങ വറുത്തത് പാകമായി. ഇതാണോ ഈ പരുവത്തിന് വാങ്ങണം. ഇനി നമുക്കിത് അതിലേക്ക് കുടഞ്ഞിടാം. പയറല്ല, ഉണ്ടോ. ഇതിപ്പോൾ കപ്പളങ്ങയാണെന്ന് പറയുമോ ആരെങ്കിലും? ഇത് മത്തങ്ങ തന്നെയാണെന്നേ പറയുള്ളൂ. ഇത് കപ്പളങ്ങയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അതൊക്കെ ചെനച്ചതാണ് നല്ലത്. അപ്പോൾ അതിനൊരു ചെറിയ മധുരമൊക്കെ ഉണ്ടാവും. ഉണ്ടോ. ഇനി നമ്മൾ എന്നാ ഇതിനെ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മളൊന്നും ചെയ്യണ്ട. ഇത് നമ്മൾ ചോറ് എടുത്ത് ചോറിലേക്ക് എടുത്ത് ഇളക്കി കഴിക്കണം. ഇതിനകത്തൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ കപ്പളങ്ങയും പയറും എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കളറാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ടേസ്റ്റും. നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.